അതൊക്കെ തുറക്കേണ്ട ആവശ്യമുണ്ടോ മോളെ? ഒരു 100 രൂപ. എവിടെ തുടങ്ങണം എന്ത് പറയണം എന്നറിയാത്തൊരു ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ചില സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തുടക്കം അറിയില്ല ഒടുക്കം അറിയില്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക. എന്തായാലും നമ്മളിന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നേക്കണത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ആ ഒരു കാഴ്ച അതിഗംഭീരമാണ്. നമ്മൾ മുറ്റത്ത് കോഴികളെ മേയ്ക്കാൻ വേണ്ടില്ലേ, അതേ കണക്ക് പീലിയുള്ള മയിൽ ഓട്ടും പുറത്താണ് മേയാൻ വന്നിട്ടുള്ളത്. പതിവ് പോലെ നമ്മുടെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് ചായ കാപ്പി തന്നെയാണ് എപ്പോഴും. അപ്പോൾ അതാ ഇക്കും ഏട്ടനും ആദിക്കും നല്ല കടുപ്പമുള്ള ബ്രൂ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ഏട്ടൻ ആ പാക്കറ്റ് കൊണ്ടുവന്നപ്പോഴേ അച്ചു പറഞ്ഞു എനിക്ക് രാവിലെ കാപ്പി പറ്റൂല, ചായ തന്നെ വേണമെന്ന്. അപ്പോൾ മൂപ്പർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചായ ആക്കുകയാണ്. ഇതൊക്കെ ഇവിടെ വന്ന് പറയാനായിട്ട് നീ ഏതാ എന്നുള്ള കമൻറ്റ് നമ്മൾ തീർത്തും നിരോധിച്ചിരിക്കുകയാണ്. ഞാൻ രശ്മിയാണ് കേട്ടോ, അത്ര എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ. മുന്നേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ആദ്യം ഞാൻ രശ്മിയാണ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം നമ്മളെ ആർക്കും അറിയില്ല, നമ്മളെ പേരെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന്. ഇപ്പോൾ കുറേ വീഡിയോ ഒക്കെ കേട്ടോ, അപ്പോൾ എനിക്കൊരു പൊലിവ് നമ്മളെ കുറച്ച് പേർക്കൊക്കെ അറിയാമല്ലോ. അവിടെ ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് രശ്മി രമേശ് അല്ലേ ഇൻസ്റ്റയിലുള്ള വ്ളോഗൊക്കെ ചെയ്യാറില്ലൊക്കെ ചോദിക്കാറുണ്ട്. ആ പൊലിവിൽ ഞാനതിപ്പോൾ അങ്ങ് വിട്ടുപോയി. അതിനുള്ളത് ഈയുടെ കമൻറ്റിന് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറയാനായിട്ട് നീ ആരാന്നുള്ള കമൻസ് തുടർച്ചയായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രശ്മിയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വ്ളോഗുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ വേഗം എൻ്റെ ചാനലിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. വേറെ ഇപ്പം എന്താ ഞാൻ പറയുക ഞങ്ങളടുത്ത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ടിഫിനിലേക്കുള്ള ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുകയാണ്. തട്ടിക്കൂട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അടിപൊളി കറി തന്നെയാണ്. നമ്മളെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വെച്ച ചിക്കൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് അത് കാലിയാവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറാട്ടയ്ക്ക് കറി വെക്കാൻ കേട്ടോ. പൊറാട്ട പിന്നെ നമ്മൾ ഉണ്ടാക്കില്ല, ഞാൻ മുന്നേ ഷോർട്സിൽ കാണിച്ചിട്ടില്ലേ എലൈറ്റിൻ്റെ നമ്മൾ റെഡിമെയ്ഡായിട്ട് പൂരി പാക്കറ്റും പൊറോട്ട പാക്കറ്റൊക്കെ മേടിക്കലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കറ്റാണ് ഏട്ടൻ ഇന്നത്തെ ടിഫിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ പണിയോളം എളുപ്പമല്ലേ. ഇതുപോലെയുള്ള ടിഫിനുകളൊക്കെ വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്യുന്നത് ഒരു രസമാണല്ലോ അല്ലേ. പ്രശ്നം എന്താ വെച്ചാൽ അത്യാവശ്യം എണ്ണ ഒഴിക്കണം, എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ അതങ്ങ് മൊരിഞ്ഞ് വരുള്ളൂ. പൊറോട്ട ആകുമ്പോഴത്തേക്കും ആ മൊരിഞ്ഞത് കൈയും വെച്ച് കൊട്ടി അതിൻ്റെ നൂലൊക്കെ വേറെ കടന്നാലല്ലേ പൊറോട്ടയുടെ ഒരു ചന്തവും രസവും ഒക്കെ കിട്ടുള്ളൂ. എണ്ണ ഒട്ടും ഉപയോഗിക്കാണ്ട് ഇത് വേണേൽ ചുട്ടെടുക്കുക ചെയ്യുക ഈ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ കേട്ടോ. അപ്പോൾ അല്ലാണ്ട് കരിയൂലല്ലോ, സോ അത് ഇത്തിരി കമ്മിയാവും എന്നല്ലേ. കഴിവതും പൊറോട്ടയൊക്കെ വല്ലപ്പോഴും മാത്രം കഴിക്കുക. അത്യാവശ്യം നല്ല നേരം വെളുത്തിട്ടാണ് അടുക്കള പണിക്ക് തുടങ്ങിയത്. എന്താ വെച്ചാൽ ആദിത്യന് പരീക്ഷയൊക്കെ ആവുക കാരണം കൊണ്ട് ഞങ്ങൾ 4-4:30 എണീറ്റ് പഠിക്കും. അപ്പോൾ ഞാനും അധികം അവൻ്റെ കൂടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ അങ്ങോട്ട് എഡിറ്റ് ചെയ്യും ഞാനൊരു ഭാഗത്ത് ഇരുന്നിട്ട്. പിന്നെ നേരെ ഇത്തിരി വെളുത്തിട്ടാണ് പണികൾക്ക് കിടക്കുക. കാരണം ഉണ്ണിയൊക്കെ പോകുമെന്ന് വേണ്ടല്ലോ, ടിഫിൻ ഇത്തിരി ലേറ്റ് ആയിട്ടായാലും പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ പൊറോട്ടകളും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പൊറോട്ട നല്ലോണം അങ്ങ് മൊരിക്കുക കരിയിക്കാതെ. എന്നിട്ട് ഇത് എല്ലാം കൂടെ മേലെ വെച്ചിട്ടേ 4 അരികിന്നും ഇങ്ങനെ കൊട്ടിയിട്ട് അത് നല്ല നൂല് മാരി നല്ല പൊറോട്ട മാരി ആക്കി എടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ മറുത്ത് നമ്മുടെ മയിലും കുട്ടികൾ വന്നിരുന്നേ. അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, 2 കുട്ടികളുണ്ട്. അച്ഛൻ കഴുതി ഇവിടെ നായി ഇവിടെ ഉണ്ട്. മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ടേലും മയിലിനെ എപ്പോൾ കണ്ടാലും ഉണ്ണികൾക്കായാലും ഒക്കെയായാലും അതൊരു കൗതുക. അപ്പം ഐറ്റങ്ങളെ പിന്നാലെ പോയി ശല്യപ്പെടുത്തു കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇതാ ഞങ്ങൾ ടിഫൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും ഇനിയിപ്പോൾ ഇവരാരെങ്കിലും കൂടിയതാണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും ശരി, ഞാനൊന്ന് അത് അവർക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ നോക്കി സൂപ്പർ അടിപൊളി എന്നുള്ള എക്സ്പ്രഷൻ തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുണ്ട എൻ്റെ മോന്ത നല്ല രീതിയിൽ കറക്കും കേട്ടോ. ഏട്ടൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇതാ കഴിച്ചിട്ട് ഉമ്മർത്തേക്ക് വന്നിരിക്കാൻ പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷയൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളിലെ സഹകരണങ്ങളൊക്കെ ഞാൻ പാടെ അങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇടയിലൊക്കെ ഒരു ബ്രേക്കിനാന്ന് പറഞ്ഞ് കൂടെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലായി, അത്രയുള്ളേ. കാരണം എക്സാം വരില്ലേ, അവൻ അതിൽ മാത്രം ശ്രദ്ധിക്കട്ടെ.
ഞാൻ പിന്നെ ടിഫിൻ കഴിക്കാൻ അധികം ഇതുപോലെ ഉമ്മർത്തിണ്ണയിലോ അല്ലെങ്കിൽ അടുക്കള പുറത്തെ തിണ്ണയിലൊക്കെയാണ് ഇരിക്കുക. അവിടെയൊക്കെ ഇന്ന് തിന്നാലാണ് ആസ്വദിച്ച് അതങ്ങോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വ്ളോഗിൽ അതിൻ്റെ തൊട്ട് മുന്നേ വ്ളോഗിലാണോന്നാവോ ഫുഫു ഉണ്ടാക്കിയില്ലേ, അന്ന് കുറച്ചധികം പൂളയൊക്കെ പുഴുങ്ങി വെച്ചില്ലേ, ആ പൂളയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് കൊത്തി നുറുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂള കൊണ്ടാട്ടം ഉണ്ടാക്കാം. തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത വ്ളോഗില്ലേ, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫുഫു വീഡിയോ ഇടാം. ഇതുണ്ടല്ലോ നമുക്ക് ഇന്നലെ പുഴുങ്ങിയതാണ് കേട്ടോ. ഇന്നലെ പൂള മേടിച്ചതിൻ്റെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഫുഫു ഉണ്ടാക്കിയല്ലോ, എൻ്റെ ബാക്കി അങ്ങനെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് പുഴുങ്ങിയത്. പക്ഷെ ആരും കഴിച്ചില്ല. ആ ഒരു ഫുഫു പൂള വരക്കിയതും അതുപോലെ ബാക്കി ചോറാണ് കഴിച്ചത്. അപ്പോൾ ഞാനത് അങ്ങനെ ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോൾ ഇതിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളിത് കൊണ്ടാട്ടത്തിന് വേണ്ടി നുറുക്കിയിട്ടുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയില്ലേ കുറച്ച് കൊണ്ടാട്ടം, അന്ന് തികഞ്ഞില്ല. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ നുറുക്കി മേലെപ്പാത്ത് കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കുക. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ സന പറഞ്ഞു പൂള കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കേണ്ടത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നല്ല സ്വാദാണ്, ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സ്നാക്സ് ഉണ്ടാവില്ലേ, അതിനേക്കാളും രസമാണ് കേട്ടോ. നമ്മൾ ഈ പൂളയൊക്കെ ഇങ്ങനെ റൗണ്ടാക്കി വറുത്തതുണ്ടാവില്ലേ, അങ്ങനെ മേടിച്ച് കഴിക്കുമല്ലോ, അതേപോലെ തന്നെ ഉണ്ടാവും ചെറിയ ചെറിയ പാക്കറ്റിൽ പൂള കൊണ്ടാട്ടമൊക്കെ. അപ്പം അതിലൊക്കെ ചിലപ്പോൾ ഉപ്പും മുളകൊക്കെ അധികമാവും. ഇത് നമ്മളെ പാകത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ പുഴുങ്ങണതല്ലേ. അപ്പം ഇത് നല്ലോണം കനം കമ്മിയാക്കി നുറുക്കിയിട്ട് അങ്ങനെ ഉണക്കി എണ്ണയിലിട്ട് വറുത്ത് കോരി കഴിഞ്ഞാൽ, വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് കോരി കഴിഞ്ഞാൽ നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ്. കറുമുറ നമുക്ക് കട്ടൻ ചായക്കൊക്കെ കഴിക്കാം. അപ്പം നമുക്കിന്ന് ഇതൊക്കെ നുറുക്കിയെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല കറുമുറ ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ പൂള കൊണ്ടാട്ടം കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിത് നല്ല കനം കുറച്ച് നുറുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ കടിക്കാൻ മല്ലിക്കെട്ടും ഉണ്ടാവില്ല. നല്ല കനത്തിൽ നമ്മൾ നുറുക്കിയെടുത്താലേ നല്ല ഉണക്കവും കിട്ടണം. അതുപോലെ നമ്മൾ നല്ല ഇത്തിരി ബലമായിട്ടൊക്കെ കടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മാക്സിമം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പൂളക്കൊണ്ടാട്ടം ഉണ്ടാക്കണമെങ്കിൽ പൂള പുഴുങ്ങുമ്പോൾ നല്ല ഉടയണ മാതിരി വേവിക്കാൻ പാടില്ല. ഒരൊറ്റ വിസിലൊക്കെ കുക്കറിൽ വെച്ച് വേവിക്കാനേ പാടുള്ളൂ. ഒരു 3/4 ഭാഗം വേവ് എന്നൊക്കെ പറയാം. നല്ല വേവായി കഴിഞ്ഞാൽ നുറുക്കുമ്പോൾ അതിങ്ങോട്ട് ഉടയുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ അമ്മ എപ്പോഴും ഇതുപോലെ പൂള കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കും കേട്ടോ വേനൽക്കാലത്ത്. എന്നിട്ട് മഴക്കാലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ പുതിയാവൂലേ, എല്ലാ കാലത്തും തിന്നാൻ പുതിയാവും. മഴ കഴിയുമ്പോൾ പ്രത്യേകിച്ച് കറുമുറ തിന്നാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ വറുത്ത് തരും, കട്ടൻ ചായ ആക്കി തരും. അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയൊക്കെയാണ് കേട്ടോ. ഇതിപ്പം നമുക്ക് മഴക്കാലത്തേക്കൊന്നും ഇല്ല കേട്ടോ, ഒരു 2 ദിവസത്തിന് ഇരുന്നാലേ ഉള്ളൂ. കാരണം എൻ്റെ ആദിക്കും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂള കൊണ്ടാട്ടം. അച്ചൂസ് പിന്നെ വല്ലപ്പോഴും ഒന്ന് തിന്നാലായി, അത്രയല്ലേ. അപ്പോൾ നമ്മൾ മേലെ ഈ ഒരു 2 പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലും ഒന്ന് വെക്കണം. അതാണെന്നുണ്ടെങ്കിൽ കാക്കോളും പ്രാവുകളും ഇത് മൊത്തം കൊത്തി തിന്നുകയും ചെയ്യും, ബാക്കി ഇതിൻ്റെ മേലെ കൂടെ കാഷ്ടിക്കുകയും ചെയ്യും. പിന്നെ ഇതൊന്നിനും പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നെറ്റ് കൂടെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരത്തിന് തന്നെ വേണം എടുത്ത് നമുക്ക് വറക്കാം. കാരണം നട്ടാറ് വെയിലല്ലേ, ഇപ്പം തന്നെ അത് മുരിങ്ങോളും. ടെറസും പുറത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളും കൊണ്ടാട്ടാവും കേട്ടോ. അപ്പം ഞാനോ ചുട്ടനും വേഗം ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോകുന്നതാണ്. പോണ പോക്കിൽ കുറച്ച് തുണികൾ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതാ മെഷീനിലോട്ട് ഇട്ട് വെച്ചാൽ അതതിൻ്റെ പാട്ട് കടന്ന് അങ്ങനെ തിരുമ്പി ഉണങ്ങി അങ്ങോട്ട് കിട്ടിക്കോളുമല്ലോ. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം നമുക്ക് കറിയൊക്കെ ആക്കാനായിട്ട്. ഇന്ന് കൂട്ടാൻ നമ്മൾ വെള്ളരിക്കയാണ് വെക്കുന്നത്. വെള്ളരിക്ക മാത്രമല്ല, വെള്ളരിക്കയും മുരിങ്ങക്കായും തക്കാളി ഇട്ടിട്ട്, എന്ന് വെച്ചാൽ പരിപ്പിട്ട് കറി കേട്ടോ. സാധാരണ എനിക്ക് പുളി ഒഴിക്കാതെ കൂട്ടാനുകൾ വലിയ പിടുത്തല്ലാത്തതാണ്. പക്ഷെ മുരിങ്ങക്കായും വെള്ളരിക്കയും കൂടെ വെക്കേണ്ടത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിന്ന് വെള്ളപ്പയറൊക്കെ വറുത്ത് എണ്ണിത്തണ്ടും കൂടെ കൂട്ടിപ്പരിയൊക്കെയാണെന്നൊക്കെ ഓർത്തിരിക്കും. നമ്മളതിൻ്റെ കെട്ടിൻ്റെ ഓട്ടം കഴിഞ്ഞ് വന്നേ. അപ്പോൾ ഈ കായയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കായയുടെ ഓട്ടം തോന്നുന്നു. അപ്പോൾ അതിലിങ്ങനെ ചെറുതും പൊട്ടിയതും ഒക്കെ അതിൽ തന്നെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ആ വെള്ളപ്പയർ വറുത്ത് വെച്ചപ്പോൾ ഇതിക്കൂടെ കായ കുട്ടിയോട് വെച്ചാലോ, കുറേ ആയി കായപ്പേരി കൂട്ടിയിട്ടേ. അപ്പോൾ അതങ്ങനെ ഫിക്സാക്കി. വറുത്ത വെള്ളപ്പയർ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏട്ട ഉച്ചാകുമ്പോൾ വന്നപ്പോൾ മുട്ട പപ്സ് കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ ചോറും ഉപ്പേരിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ. മുട്ട പപ്സ് പൊറോട്ടയൊക്കെ കഴിച്ചാൽ തന്നെ വയറിന് വേറെ ഒന്നും വേണ്ട. രാവിലെയും പൊറോട്ട, അപ്പോൾ മുട്ട പപ്സ്. ഇനി ഇതിൽ ചൂടിൽ വെള്ളം കൂടി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ചോറ് വേണമെന്നേ ഇല്ല. എന്നാലും അതിനുള്ള സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കണമല്ലോ, അത് നിർബന്ധമല്ലേ. അച്ചൂസ് എന്തിനാ ഏട്ടൻ്റെ അടുത്ത് തെറ്റിപ്പോയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പിന്നാലെ ഈ പപ്സ് കൊണ്ടുപോയിട്ട് അത് കാട്ടിയിട്ട് നമ്മൾ രാമനാഥൻ നാഗവല്ലിയെ മയക്കുന്ന മാതിരി അടുക്കളയ്ക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പപ്സ് അച്ഛൻ്റെ കയ്യിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസും പരിവട്ടവും കൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഉദ്ദേശിച്ചത് വെള്ളപ്പയറും ഉണ്ണിത്തണ്ടും കൂടി ഉപ്പേരി ആക്കാന്നുള്ളതാണ്.
പെട്ടെന്ന് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഇങ്ങോട്ട് മറിയുമല്ലോ. അപ്പോൾ നമ്മളിന്ന് കായയും വെള്ളപ്പയറും കൂടെയാണ് ഉപ്പേരിക്കുന്നത്. ഈ വറുത്ത വെള്ളപ്പയർ കൊണ്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് കേട്ടോ. നമ്മളിപ്പോൾ തലേദിവസം വെള്ളപ്പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് അത് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് വേവിച്ചെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് ഇത് തന്നെയാണ്. പയറങ്ങോട്ട് വറക്കുക, എന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ വേഗം വെന്ത് കിട്ടുമേ. തുണിയും കുപ്പായം ഇല്ലാണ്ട് എൻ്റെ വ്ലോഗിലേക്ക് വരരുത് എന്ന് എത്ര പറഞ്ഞാലും ആദ്യം കേൾക്കില്ല കേട്ടോ. അവൻ പറയണേ ഞാനിപ്പോൾ കുട്ടിയല്ലമ്മ, മുതിർന്ന പൗരനാവാനായി, അതുകൊണ്ട് ഇനി യൂട്യൂബ് കമൻ്റ് ഒന്നും ഓഫ് ആക്കൂല എന്നുള്ളതാണ്. ദൈവം തമ്പുരാൻ അറിയാം എന്തായാലും ഒരു ഇച്ചിരി ഭാഗം ഇതിൽ പെട്ടിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് അത്യപൂർവമായിട്ട് എൻ്റെ കെട്ടിയോനൊന്ന് ഇളിച്ചിട്ടുണ്ട്. അത് എന്തിനാന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കണില്ല കേട്ടോ. എന്തായാലും അതൊക്കെ അപൂർവ നിമിഷങ്ങൾ തന്നെയാണ് നിങ്ങളിൽ പലർക്കും അല്ലേ. അപ്പോൾ പബ്സൊക്കെ കുത്തി നിറച്ചിട്ടേ അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ആട് കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് വേണമെന്നേ ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് കൂട്ടാൻ വയ്ക്കണ്ടേ, നേരത്തെ പറഞ്ഞമാതിരി. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എത്ര മുന്നേ എടുത്തിട്ടാണ് അറിയോ. എൻ്റെ എഡിറ്റിങ് ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടണ്ടേ. നമുക്ക് ഉണ്ണിയൊക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല ടെൻഷനാണ്. മക്കളെക്കാളും ടെൻഷൻ എപ്പോഴും അമ്മമാർക്കാവൂലേ ഈ പരീക്ഷക്കാലത്ത് ഉണ്ടാവുക. കൊല്ലത്തിന് അധികം ടെൻഷനാണ്. എന്താ വെച്ചാൽ ആദ്യം +2 അല്ലേ. ഈ പറഞ്ഞ കൂട്ട് ഈ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ വെച്ച് വേണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ ഒരു കോഴ്സ് എടുക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള ആലഭാരങ്ങൾ. മിക്കവാറും 10ാം ക്ലാസ്സിൻ്റെ മാർക്കും വെച്ച് വല്ല കോഴ്സൊക്കെ എടുക്കണ്ടേന്ന് വിചാരിക്കുന്നു. എനിക്കറിയാൻ പാടില്ല. ചെക്കന് യാതൊരു സീരിയസ്നെസ്സും ഇല്ല. തല്ല് കിട്ടിയാൽ പോലും പേടിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. പിന്നെ ഇപ്പൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും കുട്ടികളെന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞ് രണ്ടാമത്തേനും മക്കൾ എന്താ കാട്ടുകയെന്നും കൂടി അറിയില്ല അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് മുന്നേ കൂട്ടി അറിയാം. ഈ പ്രായമുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേക രീതിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ മക്കൾ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉണ്ണികൾക്ക് ആവശ്യത്തിനധികം സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് നല്ല രീതിയിൽ ചീത്ത അടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നോക്കി പോകുന്നുണ്ട്. എന്ത് വന്നാലും ഒരിനെ വിട്ടു പോവാത്ത മാതിരിയൊക്കെ. എന്നിട്ട് എനിക്ക് വരുന്ന കമൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അപ്പോൾ ചീത്തയും നല്ലും കൊടുത്ത് വളർത്തിയ അച്ഛനമ്മമാരും കുറ്റക്കാരാണ്. മക്കളെ നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിച്ച് കൂട്ടുകാരെ പോലെ നോക്കി ഉണ്ടാക്കിയ ആ അച്ഛനമ്മമാരും കുറ്റക്കാരാണ്. കുറ്റം തികഞ്ഞ നേരം ആർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ കഷ്ണങ്ങളിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ പുളി ഒഴിക്കില്ലേ, വെറും തക്കാളിയുടെ ആ ഒരു പുളിപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ 1-2 തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് പുളി ഉണ്ടാവും. എന്തായാലും പുളി ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് ഒരു തക്കാളിയൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഇതാ തേങ്ങയും ജീരകം അരച്ച് അത് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നുമല്ല, തിളച്ച് കഴിഞ്ഞാൽ കടുക് വറുത്തിട്ട് അത്രേ വേണ്ടുള്ളൂ. അതൊക്കെ തുറക്കേണ്ട ആവശ്യമുണ്ടോ മോളെ? അതൊക്കെ തുറക്കേണ്ട ആവശ്യമുണ്ടോ? 1 കിലോന് 100 രൂപ. മുന്നൊരു വീഡിയോയിൽ എൻ്റെ അച്ചുട്ടന്നെ നീന്ന് പറഞ്ഞോന്നും പറഞ്ഞിട്ട് എൻ്റെ കുട്ടീനെ ഒരാൾ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്നെ മോളേന്ന് വിളിച്ചു എന്നുള്ള പേരിൽ എൻ്റെ ആദ്യം എന്തൊക്കെ പഴി കേൾക്കുമോ ആവോ. കായ്ക്ക് എത്ര? 5 രൂപ. 5 രൂപയ്ക്ക് എത്രണ്ണം കിട്ടും? എത്ര കിലോ കിട്ടും? 1 കിലോ. നോട്ടെ, ഇത് നന്നല്ല, നല്ല എടുക്ക്. നേരം പോലെ മനുഷ്യന് കായ തരാനും വയ്ക്കില്ലടാ, നാണം കെട്ടവന്. ഇതൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് എൻ്റെ ആദ്യയുടെ അച്ഛൻ്റെ തനിക്കോണം എല്ലാവർക്കും ഒന്നും മനസ്സിലാവുമല്ലോ. ആദിത്യനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പറയും ആദ്യം ഒരു ഒതുങ്ങി ഒരു പാവം പിടിച്ച കുട്ടിയാണല്ലേ, വല്ലാണ്ട് വഴക്കൊന്നും ഉണ്ടാക്കാത്ത മാതിരി എന്നൊക്കെ. പക്ഷെ ഇപ്പൊക്കെ വ്ളോഗിൽ അവിടെ ഞാൻ അവൻ്റെ തനിക്കോണം കാണിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഇങ്ങനെയൊക്കെ പറയുമോ, ഇങ്ങനെയൊക്കെ കാട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറയേണ്ടതാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മേ നിങ്ങൾ അവിടെ ഒന്നും മ്യൂട്ടാക്കാണ്ട് ഇങ്ങനെ വീഡിയോ ആക്കി ഇടുന്നേന്ന്. ഞാനിടും, ഇതെൻ്റെ വ്ളോഗല്ലേ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് തട്ടിവിടുകയും ചെയ്തേ. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന കായൊക്കെ നുറുക്കി ഞാൻ ഉപ്പേരിയൊക്കെയാണ് കേട്ടോ. എഴുത്തി മോൾക്കും പിന്നെ നമ്മുടെ അപ്പുറം ഉള്ളവർക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അപൂർവം കിട്ടണതല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പൈസ കൊടുത്ത് മേടിക്കാൻ നിൽക്കണം. കായ്ക്ക് നല്ല വിലയല്ലേ. എന്നിട്ട് ഒത്തിരി അങ്ങ് എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം, നമുക്ക് കിട്ടുമ്പോൾ എല്ലാവരും കൂടെ കഴിക്കുക. അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉപ്പേരിയാക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. കുക്കറിൽ തന്നെ കടുക് പൊട്ടിച്ച് അതിൽ തന്നെ ചുവന്ന മുളകും പച്ചമുളകും ഒക്കെ ഇട്ട് നമ്മുടെ കായ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി അതും പിന്നെ നമ്മൾ ആ വറുത്തിച്ചിട്ടുള്ള വെള്ളപ്പയറില്ലേ അതും അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 1-2 വിസിലങ്ങ് വയ്ക്കുക. പിന്നെ വേവ് പാകമായി തോന്നുകയാണെങ്കിൽ നമ്മളതിൻ്റെ അവിയൊക്കെ കളഞ്ഞിട്ട് തുറക്കുക. അത്രേ വേണ്ടുള്ളൂ. ഉപ്പേരി സെറ്റ്. അങ്ങനെ ഉപ്പേരിയാക്കി കഴിഞ്ഞാൽ ആദ്യം ഏട്ടനും നല്ല ഇഷ്ടമാണ്, അച്ഛനും പിന്നെ ഒരു ഉപ്പേരി ഇഷ്ടമല്ല. അപ്പോൾ അച്ചൂസിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാണ്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞമ്മേ
എനിക്കും വേണം അച്ചിക്കും വേണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാത്രം എന്തിനു വെറുതെ ഇരിക്കണം, അവയ്ക്കും ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്ക് മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിങ്കൂസിന് പിന്നെ ഒരു ബുൾസ എന്തെങ്കിലും അടിക്കാമെന്ന് ഓർത്തേ. പിന്നെ അത് ഒരു കുണ്ടം പാത്രം ഉണ്ടായിരുന്നു അടുക്കളയിൽ കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ കഴുകിയെടുക്കുകയാണ്. എനിക്ക് ഈ കുഞ്ഞ് അടുക്കളയിൽ തന്നെയാണ് ഈ പാത്രം കഴുകുന്നത്. കുഞ്ഞ് സിങ്കാണ്, ഒട്ടും സൗകര്യമില്ല. കുറച്ച് പാത്രങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ തോനെയൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ എന്താ പറയുക, വെണ്ണൂറൊക്കെ ഇട്ട് പാത്രം കഴുകിക്കഴിഞ്ഞാൽ കുഞ്ഞടുക്കള ഞങ്ങൾ നിറയും. പുറത്തേക്ക് ഒരു പാത്രം കഴുകണം തൊട്ടി ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവനിട്ട് കേൾക്കണമില്ല കേട്ടോ. അപ്പോൾ പാത്രം കഴുകലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എൻ്റെ കുമ്പ മൊത്തം നനഞ്ഞിട്ടുണ്ട്. ഞാൻ അരിയും ബക്കറ്റിൽ നിന്ന് നമ്മുടെ ഒരു ഈനാമ്പഴം എടുത്തിട്ട് അത് ഇടയിൽ കഴിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈനാമ്പഴം. കഴിയാൻ തുടങ്ങി. ഇനി അവിടെ 1, 2, 3 ഒക്കെ തന്നെയല്ലേ. അപ്പോൾ അത് നമ്മുടെ ചോറും കറിയും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ സൈഡിൽ എന്താ ഈശ്വര ഒരു സാധനം, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. എന്തായിരുന്നു ഇപ്പം അത്? എന്താ അറിയോ, നമ്മൾ രാവിലെ പൊറാട്ടയ്ക്ക് കറി ഉണ്ടാക്കിയില്ലേ ചിക്കൻ്റെ, ഒത്തിരി ഗ്രേവി. അപ്പം അത് ഞാൻ ഒരേപോലെ ഇങ്ങോട്ട് ഓരി വെച്ചെടുത്താണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു യാത്ര പോകാൻ പോവാണ്. എവിടേക്കാവും? കിട്ടിയോ നോട്ട് ഓലമേൻ്റെ? ഈ മണിമാല നെരുമ്പുമ്മ ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഓലമേറ്റ് മാത്രം മേടിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കൈയിൻ്റെ മേലൊരു വേദന, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കൊണ്ടത് കാണിച്ചു തരും. കുഞ്ഞ് വീക്കമുണ്ട്. വെച്ചോണ്ടിരുന്നിട്ട് മെനയാവണ്ട ഓർത്തിട്ട് ഞാൻ പോകുന്നതാണ്. അവൻ ഇത്തിരി കള്ളമടിക്കാരനൊക്കെ ആണെങ്കിലും ഉണ്ണിയോളം എന്തെങ്കിലും വെയ്യാന്ന് പറഞ്ഞാൽ അത് വെച്ചിരിക്കുകയാണത് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ. അപ്പായിട്ട് ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പം നമുക്ക് ഗവൺമെൻറ് ആശുപത്രി പോയാൽ വലിയ ചിലവുമില്ലല്ലോ. അത്രയും വയ്യാത്ത ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞാൻ പ്രൈവറ്റിലൊക്കെ പോവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ തന്നെ പോവുക. അപ്പം നമ്മൾ നട്ടുച്ചയ്ക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ആകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ലേ, വേഗം പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ ആ വെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിട്ട് ഈ പാടത്ത് കൂടെ പോരുകയാണ്. മിക്കവാറും ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഫക്കെട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നേ. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഓരോ സിപ്പപ്പും മേടിച്ചിട്ടുണ്ട്. കടയിൽ പോയി കഴിഞ്ഞാൽ, കടയിലല്ല ടൗണിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തിന്നണമല്ലോ. അപ്പോൾ വന്നേപാട് ചായയൊക്കെയാണ്. ഏകദേശം ഒരു 3:30, 3:45 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ കപ്പ് മേടിച്ചതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടിയായിരുന്നേ. അപ്പോൾ കപ്പ് മേടിച്ചപ്പോൾ എന്താ പറയുക, 2 തരം ഡിസൈനുകളിലായിരുന്നു. അപ്പോൾ ഒരേ മാതിരിയുള്ളത് അച്ചൂസിനും ആദിക്കും, 2 ഏട്ടനും കേട്ടോ. അതൊക്കെ മേടിക്കുമ്പോൾ തലഭാരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ കപ്പോടും കൊടുക്കും. വന്നേമ്പാട് മാറ്റാനൊന്നും നിന്നില്ല. ചായക്കാക്കൽ കഴിഞ്ഞ് ഇനി 4 പണികളും കൂടി ഒരിക്കലും ഉള്ളിലേക്ക് കയറാമെന്ന് കരുതിയേ. അപ്പോൾ എന്നാൽ കുറച്ച് ചെടിയൊക്കെ നനച്ച് 4 മുറ്റമൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ചെടിയെടുത്ത് അപ്പുറത്ത് തൂക്കുക, അപ്പുറത്തെടുത്ത് ഇപ്പുറത്തേക്ക് വെക്കുക, അതൊക്കെയാണ് എൻ്റെ ഒരു ഗാർഡനിങ് പരിപാടികൾ. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് തന്നെയല്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ. വലിയടയിൽ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഹാങ്ങിങ് പ്ലാന്റ് എടുത്ത് തൂക്കുകയാണ്. പക്ഷേ എനിക്കുണ്ട് അവിടേക്ക് എത്തണം. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇങ്ങനെ കളിയൊക്കെ ഉണ്ട്, ചോട്ടാപ്പിയെ ഉണ്ടേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഇവിടുത്തെ പതിവ് ശീലമാണ്. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അച്ചൂസിൻ്റെ ഇതെല്ലാം എനിക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അവനെൻ്റെ തോളോളം ആയിട്ടുണ്ട്, തലയോളമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കൊടുങ്കാറ്റിനെ ഉമ്മറൊക്കെ അടിക്കുന്നത് വെറുതെയാണ്. അടിച്ചൊരു കയറുമ്പോഴത്തേക്ക് ഇരട്ടിക്ക് ചപ്പ് റോട്ടിലും നമ്മുടെ മുറ്റത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഈ പറഞ്ഞുകൂട്ട് അടിച്ചോരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊക്കെ 2 നേരമൊക്കെയാണ് അടിച്ചോറിൽ കേട്ടോ. അപ്പോൾ മുറ്റത്ത് നിറയെ പൊടി പൊന്തുകയാണ്. നമ്മൾ ചാണകം കൂടി തേച്ചുകൊണ്ട് ചാണകപ്പൊടി ഇങ്ങനെ പാറും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ശ്വാസമുട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ മുറ്റം കൂടി ഒന്ന് നനച്ച് വിട്ടേണ് അടിച്ചോറിനതിൻ്റെ മുന്നേ ആയിട്ടേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അകത്ത് കയറി മേലെഴുകലൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മുന്നേ ഞാൻ ഓർത്തു ഉള്ള കായൊക്കെ പൊളിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വയ്ക്കാമെന്ന്. എന്നാൽ പിന്നെ എൻ്റെ മേലെഴുകലൊക്കെ കഴിഞ്ഞ് അതിക്ക് കയറുമ്പോഴത്തേക്കും ആദ്യത്തെ ആ കറയൊക്കെ ഇങ്ങനെ പോയി കിട്ടിക്കോളുമല്ലോ. നമ്മളെ അമ്മമാർക്ക് ഉണ്ടല്ലോ എന്തുമാത്രം ക്ഷീണവും വയ്യായുണ്ടെങ്കിലും ശരി, നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളതും ഇത് ഉണ്ടാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നതായിട്ടുള്ള എന്തെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നേക്ക് വെക്കാനൊരു ഇടങ്ങാറാണില്ലേ. ആയിട്ട് ചോദിച്ചിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത് ആ ഒരു കൂട്ട് തന്നെയാണ് ഞാനും കേട്ടോ. എന്ന് വെച്ചാൽ കായ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണിക്ക് അപ്പോൾ വേണം കായ വറുത്തത്. മുക്കാത്ത കായ കണ്ടാലും ചോദിക്കും അമ്മ എണ്ണ ഉണ്ടോ, ഇത് ചിപ്സ് ആക്കി തരുമോ എന്നുള്ളത്. ഇതാണെങ്കിൽ നല്ല മൂത്തതുമാണ്. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി അങ്ങ് പഴുക്കും. ഇത്തിരി പഴുത്തത് കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ്. പക്ഷെ ആദ്യക്ക് ഇഷ്ടം ഇങ്ങനെ മൂത്തത് കൊണ്ട് ചിപ്സ് ആക്കണതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ആക്കുകയാണ്. കായത്തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കവർ കെട്ടി വെച്ചാൽ വെള്ളപ്പയർ കൂട്ടിയിട്ട് അതൊരു ഉപ്പേരി ആക്കാം. അത് അടിപൊളിയായിരിക്കും. ഇതെന്താ സംഭവം എന്നറിയോ, നമ്മൾ ആശുപത്രി പോയില്ലായിരുന്നോ,
അപ്പോൾ അവിടെ ഒരു വഴിയിലൊരു വീട്ടിൽ ചെറി മരം നിൽക്കണ്ടേ. അപ്പോൾ അതിന് ഇങ്ങനെ റോട്ടിലേക്ക് വീണിരിക്കുക ഒരു 3-4 ചെറിയോൾ. അപ്പോൾ അതിൽ 2 ഇത്തിരി മൂത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാണത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അത് നമ്മളെ ചെടിച്ചട്ടിയിലൊന്ന് കുത്തിയിടുകയാണ്. അത് ഒന്നുകൂടെ ഉണക്കിയിട്ടൊക്കെ കുത്തണം എന്ന് ഓർത്തു. പിന്നെ അതങ്ങനെയായിട്ട് വെറുതെ എനിക്ക് കുത്തി തോണ്ടി വെച്ചു. മുള വരുമോ ഇല്ലേന്ന് നോക്കാമല്ലോ. സത്യം പറഞ്ഞാൽ ഞാനിതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് മാത്രം ഈ ഒരു ചട്ടിയിൽ ഇത് മുള വരുമ്പോഴത്തേക്കും ഇതിൽ ഞാനിങ്ങനെ ഒരു സംഭവം കുത്തിയായിരുന്നു എന്ന് ഓർമ്മ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ എന്തുമാത്രം സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുത്തുമെന്നറിയോ. മുള പൊട്ടുമ്പോൾ ഇത് എന്താണെന്നറിയില്ല, ഞാനത് വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്തതായിരിക്കും കരുതിയിട്ട് പറിച്ച് വലിച്ചെറിയുകയും ചെയ്യേ. അപ്പം ഇതെന്തായാലും നമുക്ക് ഉണ്ടാവില്ലേ എന്നൊന്ന് നോക്കാമല്ലേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഉണ്ണോക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ രാവിലത്തെ ഉച്ചാമ്പയ്ക്ക് ഉണ്ടാക്കിയ കറിയില്ലേ, മുരിങ്ങക്കായും വെള്ളരിക്കയും, ആ കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കല്ല പൊറാട്ടയ്ക്ക് ഉണ്ടാക്കിയില്ലേ ഗ്രേവി, അത് ശർക്കര ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഊണൊക്കെ കഴിച്ചു. പിന്നെ അതാ ചിപ്സ് നോക്കി, നമ്മൾ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് ചിപ്സ് നുറുക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ അതേമാതിരി. പക്ഷെ ചില വലിയ കായകൾ എന്താ വെച്ചാൽ മൂത്തിട്ട് ഇങ്ങനെ വിണ്ടുണ്ണു. ആ കണക്കൊണ്ട് അതിന് അത്ര ചന്തമുള്ള ഷേപ്പൊന്നും ഉണ്ടാവില്ല. ഷേപ്പൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് തിന്നാൻ സ്വാദ് മതിയല്ലോ, കാരണം വീട്ടാവശ്യത്തിനുള്ളതല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ ആക്കി ചിപ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ഞാൻ തിളയ്ക്കാനായിട്ട് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നേ മൂത്തതൊക്കെ. ഉണ്ണോള് രണ്ടാളും കഴിക്കലൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി നേരത്തെ എണീറ്റ് പഠിക്കാമല്ലോ നാളെ. ഏട്ടൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു സമയമായപ്പോഴത്തേക്കും മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചിപ്സ് എല്ലാം വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ആകെ വേർത്തു. കിടക്കണതിന് മുന്നേ പിന്നെയും മേല് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ചൂടല്ലേ, വേർത്ത് കഴിഞ്ഞാൽ സഹിക്കൂല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വലിയ വീഡിയോ ഒന്നും ആയിരുന്നില്ല, കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇനി ഇത്തിരി വലുതായെങ്കിൽ തന്നെ എല്ലാവരും ക്ഷമിച്ചേക്കണം കേട്ടോ. വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ ഫാമിലീനെയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോഴും നമ്മുടെ വീഡിയോസ് സബ് ചെയ്യാത്ത ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളെ സബ് ചെയ്തും കൂടെ ഒന്ന് കൂടെ കൂട്ടിയേക്കണേ. നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എപ്പോഴും പറയണ മാതിരി ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ.